السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പല സംഭവവികാസങ്ങൾ നടന്ന ഒരു മണ്ണാണ് ഉഹദ്. യൗമുൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ബദർ യുദ്ധത്തിന് ശേഷം സംഭവിച്ച ഒരു യുദ്ധമാണ് ഉഹദ് എന്നുള്ളത്. ആ ഉഹദിലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കൾ വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവിടേക്ക് പുറപ്പെടുകയും അവിടെ എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ഒരു മനോഹരമായ സംഭവത്തെയാണ് പ്രശസ്ത കവി അബു മുഫീദ താനാളൂർ വരികളിലൂടെ കോർത്തിരിക്കുന്നത്. ഹബീബായ തങ്ങളുടെ അനുചരിൽ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് ഹന്നല തങ്ങൾ. അവരുടെ വിവാഹ ദിവസമാണ്. മധുവിധുവിൻ്റെ സന്തോഷം നുകർന്നുകൊണ്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളി വരികയാണ്. ഉഹദിൻ്റെ പടക്കളത്തിലേക്ക് വരാൻ വേണ്ടി വിളി വരുമ്പോൾ അതാ സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് അതാ ആ യുദ്ധത്തിലേക്ക് ഒരുങ്ങി തയ്യാറാവുകയാണ്. ഇതിന് ഒരു പ്രയാസവുമില്ല. എനിക്ക് മുഴുവനുമായിട്ട് എനിക്ക് ലഭിക്കുന്നത് പ്രതിഫലം മാത്രമാണ്, ഒരു കോട്ടവും എനിക്ക് തട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. തിരിച്ചു വരികയാണെങ്കിൽ കാണാമെന്നും അല്ലെങ്കിൽ നാളെ സുബർക്കത്തിൽ വെച്ച് ഒരുമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പത്നിയോട് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. കൃതി കിസത്തു ഷുഹദ, ഇശൽ അരികർ കഥാത. ഹറബിന്നിതാ കേൾക്കെ ഹല്ലല തങ്ങൾ അറയിലൊരുങ്ങി ഇരിപ്പാലെ ചൊങ്കിൽ. ഹറബിന്നിതാ കേൾക്കെ ഹല്ലല തങ്ങൾ അറയിലൊരുങ്ങി ഇരിപ്പാലെ ചൊങ്കിൽ. തങ്ങൾ ചൊങ്കിലിരിപ്പതിൽ മങ്കയൊടുത്തൊരുൾ തങ്ങൾ വിരി തിയറിത്തിടവേ ചൊങ്കർ ഹബീബും തരുളവറുത്ത് ഇറങ്ങിയതാവിളി കേട്ടിടവേ കേട്ട് ഈ താനമിലിത്തിരി പോലും ഇരി തത് സാധ്യമതല്ല പൂവേ കോട്ടമതില്ലതിനേത്തമതൊത്തിരി കിട്ടുമയാപശി പോയിടവേ കാണാം ഹയാത്താലെ ഞാനിങ്ങ് വന്നാൽ കണ്ടില്ല എങ്കിൽ സുവർഗത്തിലൊന്നായി. ഹറബിന്നിതാ കേൾക്കെ ഹല്ലല തങ്ങൾ അറയിലൊരുങ്ങിയിരിപ്പാലെ ചൊങ്കിൽ. അങ്ങനെ നബിയും സഹാബത്തും ഉഹദിൻ്റെ രണാങ്കളത്തിലേക്ക് പുറപ്പെടുകയാണ്. അവരതിലേക്ക് യാത്രയാവുകയാണ്. ആ സമയത്ത് അവരുടെ ചിന്ത എന്നുള്ളത് ഇസ്ലാമിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇവിടെ വിജയം കാണണമെന്ന ലക്ഷ്യത്തോടു കൂടെ അവിടേക്ക് സഹാബത്തും ഹബീബായ തങ്ങളും സഹാബത്തും അവിടേക്ക് ചെല്ലുമ്പോൾ അതാ അവിടുന്ന് മറുവശത്ത് ശത്രുക്കൾ ഹബീബായ തങ്ങളോട് വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് അവിടുന്ന് അവർ കോപത്താലെ ഹുങ്ക് കാണിച്ചുകൊണ്ട് അവരുടെ വീറും വാശിയും കാണിച്ചുകൊണ്ട് അവർ വരികയാണ്. ആ സമയത്ത് ഹന്നല തങ്ങൾ പറയുന്നുണ്ട്, ഹന്നല തങ്ങൾ എല്ലാം സർവസ്വം ഒഴിഞ്ഞു മാറ്റി വെച്ച് അദ്ദേഹം ഒരു പുതുമാരനാണെന്ന് പോലും മറന്നുകൊണ്ടാണ് അദ്ദേഹം ആ യുദ്ധത്തിലേക്ക് വരുന്നത്. വിശുദ്ധ ദീനിന് വേണ്ടി രക്തസാക്ഷിയാകാനുള്ള അടങ്ങാത്ത ഒരു പൂതിയാണ് അവരുടെ ഉള്ളിൽ ത്രസിപ്പിക്കുന്നത്. ആ രംഗമാണ് കവി ഇവിടെ വിവരിക്കുന്നത്.
ഹിർസാലവർ മുന്തിയണന്തിടുവാൻ രണമണ്ഡലമേറാനാദിനമേ ഇരവൻ തിരുതീരിനെ കാവലൊരു കിടൻ കണ്ടവർ വെമ്പിടവേ അരബിട്ടിടലായി ഹരമേറ്റിടലായി അറബിട്ടിടലായി ഹരമേറ്റിടലായി അവരംഗന ചേലുകളെ കയടുക്കി പരത്തരമങ്കികളൊത്ത് നിവർത്തി കരത്തിൽ പരത്തലമൊക്കെയൊരുക്കി ദഹബായിടവേ തരമോദിടവേ ദഹബായിടവേ തരമോദിടവേ വെറുതെ വിട വാങ്ങിടാൻ കൊതി അരശരടുത്തിടുവാനതി പരസുഖം പൂക്കിടുവാൻ. അങ്ങനെ ഇരു സൈന്യവും ഉഹദിന്റെ അങ്കണത്തിലേക്ക് അകമ്പടികളോടെ കടന്നു വരികയാണ്. അണിയണയായി നിരനിൽക്കുകയാണ് സഹാബത്ത് എല്ലാവരും അതിലേക്ക് അവരോട് യുദ്ധം ചെയ്യാനുള്ള ഒരു വീറും വാശിയോട് കൂടെയാണ് വന്നിരിക്കുന്നത്. ഈ ലോകവും ശരീരവുമെല്ലാം വെടിഞ്ഞുകൊണ്ടാണ് അവർ യുദ്ധത്തിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിലേക്ക് വന്നുകൊണ്ട് അവർ വിജയം കൈവരിക്കണമെന്ന ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവിടെ വരികയാണ്. അങ്ങനെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിനി കൊള്ളുന്ന സമയത്ത് അതാ അവിടുന്ന് കുഫാറുകളെ വകവരുത്തിക്കൊണ്ട് ഹബീബായ തങ്ങളുടെയും അനുയായികളുടെയും സംഘം അതാ അവിടുന്ന് വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേളയിലാണ് അതാ പുതുമാരനായ ഹൻദല തങ്ങള് വെട്ടേറ്റ് കിടന്ന് അവിടെ ഷഹീദാവുകയാണ്. അവരുടെ സന്തോഷം ഇരട്ടിയാവുന്നു. പൂമുഖം ഇങ്ങനെ വിടർന്ന് പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ മാരനായിരുന്ന ഹൻദലവരുടെ മണിയര സുബർഗത്തില് മാളികയായി വരുമെന്ന് മനോഹരമായി ഉദാഹരിക്കുകയാണ് കവി ഈ വരികളിലൂടെ. അരിശിൽ പൂകൈന്തോരെ ഇടബലമില്ലടിബെത്തവരൊത്തണി പോയിടവേ അരിശം മീകൈന്തോരതി ഹുങ്കര ഹറജായി വരവായിടവേ കൊതിപ്പെട്ടിടവേ തുതി ചൊല്ലിടവേ കൊതിപ്പെട്ടിടവേ തുതി ചൊല്ലിടവേ അവർ മെയ്മനമൊക്കെ ഹതത്തിൽ ലയിത്ത് വഹിത്തലമ്പിട്ട് പദത്തിൽ നിലയ്ത്ത് മതിത്ത് പുലർത്ത് പടക്കടവത്ത് ഫർഹായ് മനമേ പിരിയും തരമേ ഫർഹായ് മനമേ പിരിയും തരമേ മാരനായി ചമൈന്തിരുന്ന മണിയറ മാളികയായി വരുമേ സുവർഗമിൽ മാനിതർ കൊരുങ്ങിടുമേ. അങ്ങനെ ഷഹീദായി വീണ ഹൻദലവരുടെ മഹത്വം ആകാശഭൂമിയിൽ വാനോളം വാഴ്ത്തപ്പെടുന്നുണ്ട്. മുത്താറ്റിൽ നബി അവരുടെ അരികിലേക്ക് വരുന്നുണ്ട്. അവിടുന്ന് കൺകോണുകളിൽ ചുടുനീരിങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. അങ്ങനെ സ്വഹാബികൾ നീറുന്ന കൽബോടെ കബറ് വെട്ടിക്കീറുകയാണ്. അങ്ങനെ കബറ് കീറി മയ്യിത്തിറക്കി വെക്കുന്നു. അന്നേരം നബിയോര് സഹാബാക്കളെ വിളിച്ച് അറിയിക്കുന്നുണ്ട്, ഷഹീദായ ഹൻദലയുടെ ജനാസ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവരെ കുളിപ്പിക്കൽ പതിവില്ലല്ലോ. അവർ സമരഭൂമിയിൽ ചിന്തിയ രക്തത്തോടു കൂടെ റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാവുക എന്നതല്ലേ പതിവ്. ഇതെന്താ ഇങ്ങനെ? സഹാബികൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അവർക്ക് കുളി വാജിബായിരുന്നു. കാരണം അത് തൻ്റെ പ്രിയതമയോടൊത്ത് മണിയറയിൽ സുഖശയനത്തിലായിരിക്കെ യുദ്ധത്തിനിറങ്ങി വന്ന ഹൻദലവര് ജനാപത്തുകാരനായിരുന്നു. അവരെ മലായിക്കത്തുകൾ ആദരവോടെ കുളിപ്പിച്ച് നാഥന്റെ ദർബാറിലേക്ക് ആനയിക്കുന്ന മനോഹരമായ കാഴ്ച.
അരുതും സമാകുല്ലും അത്തരമൊത്തിരി തുതിയായി വായ്ത്തവ ഷാഹിദരെ അരികിൽ തിരുമുത്തി ഷഫീർ ബന്ധിമിളി നിറനിന്താരെ മറബെ തിടലായി അതിൽ വെത്തിടലായി മറബെ തിടലായി അതിൽ വെത്തിടലായി നബി തങ്ങൾ വിളിത്തരി കോരിലിരത്ത് മലായിക്ക തന്ന് ജനാസനിനത്ത് കുളി പീത്തിടലായി സ്വഹാവയുരത്ത് ഷഹിദായവരേല തഹസീൽ പതിവേ ഷഹിദായവരേല തഹസീൽ പതിവേ അല്ലയിൽ വാജിബായ ഗുസ്ൽ അത് എന്നിലും അറിവായി നബി അസ്ഹാബിലും നീടലായി ഹർബിന്നിതാ കേൾക്കെ അല്ലല തങ്ങൾ അറയിലൊരുങ്ങിയിരി പല ചൊങ്കിലിരിപ്പതിൽ മങ്കയൊടുത്തർ തങ്ങൾ വിരുത്തിയറിത്തിടവേ ചൊങ്കർ ഹബീബും തരുളവരൊത്തി ഇറങ്ങിയതാവിളി കേട്ടിടവേ കേട്ട് ഈ താനമിലിത്തിരി പോലും ഇരി തത സാധ്യമതല്ല പൂവേ കോട്ടമതില്ലതി നേട്ടമതെത്തിരി കിട്ടുമയാപശി പോയിടവേ കാണാം ആയാതാലെ ഞാനിങ്ങ വന്നാൽ കണ്ടില്ല എങ്കിൽ സുവർഗത്തിലൊന്നായി ഹർബിന്നിതാ കേൾക്കെ അല്ലല തങ്ങൾ അറയിലൊരുങ്ങിയിരി പല ചൊങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.